നമസ്കാരം. നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് 6ാമത്തെ മാസമാണ് ഇത്. അപ്പോൾ ന്യൂ ബോൺ ബേബി ഡ്രസ്സ് 0 to 3 months ഡ്രസ്സുകൾ കുറേ പാകാവാത്തതാണിപ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു മാറ്റ് ഉണ്ടാക്കുന്നതാണ്. ഒരു ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ആദ്യം തന്നെ ഉടുപ്പുകൾ ഇതേപോലെ ഇസ്തിരി ഇട്ടെടുത്തിട്ട് 4 ഇഞ്ച് സ്ക്വയറായിട്ടുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ സെറ്റ് ചെയ്ത് വെച്ച് ഓരോന്നോരോന്നായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു സാരി കൂടെ വെച്ച് ഒരു ബെഡ്ഷീറ്റ് രൂപത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 4 ഇഞ്ച് സ്ക്വയറായിട്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4 ഇഞ്ച് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനുള്ള അത്രയും വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഇഞ്ച് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4 പീസ് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. കുറേ അധികം പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടുതൽ തയ്യൽ തയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ജോയിൻ്റ് ഒന്നും വരില്ല, എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പീസുകളും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നീളം കൂടുതലും വീതി കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 സൈഡിലും വെള്ള തുണി കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പീസിൻ്റെ കൂടെ ഒരു പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇതായി എല്ലാ ലൈനും പീസുകളും ഞാൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് മാറിപ്പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം ഇത് നല്ല വശം ഇപ്പുറത്തെ സൈഡിൽ നല്ല വശം രണ്ടും കൂടെ ഇതേപോലെ ജോയിൻ ചെയ്യും. ഇപ്പോൾ ഇതാ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസ് ഈ പീസിൻ്റെ അറ്റത്ത് ഇതേപോലെ തന്നെ നല്ല വശങ്ങൾ ചേർന്നിരിക്കുന്ന രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഈവൺ അല്ലാത്ത ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഈ തയ്യൽ തുമ്പ് എല്ലാം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് ഇസ്തിരി ഇട്ടെടുക്കാം. ഇപ്പോൾ എല്ലാ ജോയിൻറ്റും ഇതേപോലെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ലൈനിൻ്റെ വലതുഭാഗത്തേക്കാണ് നമ്മൾ ഇസ്തിരി ഇട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ലൈനിൻ്റെ വലതുഭാഗത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ഇസ്തിരി ഇട്ടെടുക്കാം. ഒന്ന് വലതുഭാഗത്തേക്കാണെങ്കിൽ മറ്റടുത്തത് ഇടതു ഭാഗത്തേക്ക്. അതിന് ശേഷം രണ്ടും ഒന്ന് ഈ ഭാഗത്തേക്ക് ഒന്ന് ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടു, ജോയിൻ ചെയ്തപ്പോൾ ഒന്ന് വലതുവശത്തേക്കും ഒന്ന് ഇടതുവശത്തേക്കുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓരോ പീസുകളും ഓരോ ലൈനുകളും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. എല്ലാ പീസുകളും ഇതേപോലെ ആദ്യം തന്നെ ലൈനാക്കി എടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇസ്തിരിയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം.
എല്ലാ പീസുകളും ജോയിൻ ചെയ്തതിന് ശേഷം ഇസ്തിരിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ലൈനുകളും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം രണ്ട് സൈഡിലും ഇതേപോലെ വെള്ളത്തുണി ജോയിൻ ചെയ്തെടുക്കണം. വെള്ളത്തുണി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് രണ്ട് സാരിയുടെ പീസ് ഇതേപോലെ ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള കളർ തുണി വെച്ച് തയ്ച്ചിട്ടുള്ള ഈ ഷീറ്റ് വിരിച്ചു കൊടുക്കാം. എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാരി 2 ലെയറും അതിന് മുകളിൽ ഈ തുണി നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് 4 സൈഡും തയ്ച്ചെടുക്കണം. 4 സൈഡും തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്തെടുക്കുന്നത്. തയ്ക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റും. ഈ 3 ലെയറും കൂടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൂചി നൂലും വെച്ചിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. നാല് ഭാഗവും തയ്ച്ചെടുക്കാം. അപ്പോൾ 4 ഭാഗവും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെഷീനിൽ തയ്ച്ചെടുക്കണം. ഇതേപോലെ മടക്കി എടുത്തതിന് ശേഷം മെഷീനിൽ തയ്ക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മടക്കി എടുത്തത്. ഇനി നമുക്ക് മെഷീനിൽ തയ്ച്ചെടുക്കാം. മൂലഭാഗം വരുമ്പോൾ ഇതേപോലെ സൂചി താഴേക്ക് കുത്തി നിർത്തിയതിന് ശേഷം പൊട്ട് പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് വീണ്ടും തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതാ മുഴുവൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അധികമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. 4 ഭാഗത്തും അധികമുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കോട്ടൺ സാരിയുടെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശവും നമ്മൾ ആദ്യം ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല വശത്തിൻ്റെ മോൾ ഭാഗത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. നല്ല വശങ്ങൾ തമ്മിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം അധികമുള്ള ഭാഗം മുറിച്ച് നീക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പിൻ ചെയ്തിരുന്ന പിന്നൊക്കെ ഊരിയെടുത്തിട്ട് അതിന് മുകളിലാണ് ഈ സാരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി വീണ്ടും ഈ പീസും നമ്മൾ ആദ്യം തയ്ച്ചെടുത്ത പീസും തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം തയ്ച്ചെടുക്കാൻ. ഇത്രയും ഗ്യാപ്പ് ഇടണം. ഒരു 5-6 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചെടുക്കാം. തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കെട്ടിട്ട് വേണം തയ്ക്കാൻ. ഇതേപോലെ മടക്കിയെടുത്തിട്ട് തയ്ച്ചെടുക്കാം. ആദ്യം തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം 4 ഭാഗവും തയ്ച്ചതിന് ശേഷം 4ാമത്തെ ഭാഗം വരുമ്പോൾ ഒരു 6-7 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്യൽ നിർത്തി കൊടുക്കാൻ. ആ ഗ്യാപ്പിൽ കൂടെ വേണം നമുക്ക് ഇതിൻ്റെ നല്ല വശം തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. അത് തയ്ച്ച് അവസാനിക്കാൻ പോവുകയാണ്. തയ്യൽ അവസാനിക്കുന്ന സമയത്തും ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അത് തയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പിൻ്റെ ഭാഗത്ത് കൂടെ
ഇത്രയും സൈഡ് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ ഇത് ഇങ്ങനെ നല്ല വശം പുറത്തേക്ക് തിരിച്ചിടാം. അപ്പോൾ മൂലഭാഗമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് പിൻ വെച്ചിട്ടോ എന്തെങ്കിലും കത്രികയുടെ തുമ്പ് വെച്ചിട്ടൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ പിൻ ചെയ്തിട്ടുള്ള പിന്നൊക്കെ ഊരിയെടുക്കാൻ മറക്കരുത്. ഈ ഗ്യാപ്പ് ഇതേപോലെ ഉള്ളിലേക്ക് നന്നായിട്ട് മടക്കി വെച്ചതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം 4 ഭാഗത്തും. ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ഒരു ബ്ലാങ്കറ്റ് റെഡി ആയിട്ടുണ്ട്. 4 ഭാഗവും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം 3-4 ഭാഗത്ത് മോൾ ഭാഗത്ത് കൂടെ ഓരോ സ്റ്റിച്ച് ഫുള്ളായിട്ട് ലൈനായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തയ്ച്ചിട്ട് ബാക്കി വരുന്ന തുണി കൊണ്ട് നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല ഡിസൈനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡോർമാറ്റോ ടേബിൾ മാറ്റോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.